നിശ്ചല ദൃശ്യങ്ങൾ, കേരളീയ കലാരൂപങ്ങൾ തുടങ്ങിയവ അണിനിരക്കും. പരേഡ് മൈതാനത്താണ് പുതുവത്സരാഘോഷങ്ങളുടെ സമാപനം. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. സജോ ദേവസ്യ, പുതുവർഷത്തെ വരവേറ്റ് കഴിഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് താമസിച്ചാണെങ്കിലും ആനപ്പുറത്താണോ സജോയാണോ ഇരിക്കുന്നത്, അതോ താഴെയാണോ? സജോ ദേവസ്യ, ആഘോഷത്തിനിടയിലാണോ? കേൾക്കുന്നുണ്ടോ? സുജയ, ആഘോഷങ്ങൾക്കിടെയാണ്. അതായത് അല്പസമയത്തിനകം തന്നെ ഈ റാലി ആരംഭിക്കും. അതായത് പുതുവത്സരാഘോഷം അറിയാമല്ലോ, ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് ക്രിസ്തുമസ്, ന്യൂ ഇയർ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കായാണ്, അതിന്റെ ഭാഗമായാണ് കൊച്ചിൻ കാർണിവൽ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നത്. ആ കൊച്ചിൻ കാർണിവലിന്റെയും പുതുവത്സരാഘോഷത്തിന്റെയും സമാപനമാണ് യഥാർത്ഥത്തിൽ കാർണിവൽ റാലി. അത് രണ്ട് പ്രസിദ്ധമായ ഗ്രൗണ്ടുകളാണ് ഫോർട്ട് കൊച്ചിയിലുള്ളത്. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം നമുക്കറിയാം. ഇന്നലെ പഞ്ഞിയെ കത്തിച്ച് ന്യൂ ഇയറിനെയൊക്കെ പുതുവർഷത്തേക്ക് നമ്മൾ വരവേറ്റു. അവിടെ നിന്ന് ആ രണ്ട് ഗ്രൗണ്ടുകളിൽ തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്ന ഒരു 1.5 കിലോമീറ്ററാണ്. അതിനിടയിൽ നടക്കുന്ന ഒരു റാലിയാണ് ഈ കാർണിവൽ റാലി എന്ന് പറയുന്നത്. അതിന് വലിയ പ്രത്യേകതകളുണ്ട്. അതായത് വെളി ഗ്രൗണ്ടിൽ നിന്ന് പരേഡ് ഗ്രൗണ്ടിലേക്കാണ് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ്. നമുക്ക് കാണാം ഇവിടെ നിശ്ചല ദൃശ്യങ്ങളുണ്ട്, വിവിധ പരമ്പരാഗത കലാരൂപങ്ങളൊപ്പം ഫാൻസി ഡ്രസ്സുകൾ, വിവിധങ്ങളായ നിശ്ചല ദൃശ്യങ്ങളടക്കം നമ്മുടെ നാട്ടിലെ എല്ലാ സാംസ്കാരിക വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സുഭാഷ് ചന്ദ്രബോസ്, അതോടൊപ്പം വിവിധ സാംസ്കാരിക വൈവിധ്യങ്ങളടക്കമുള്ള, അത് മേയേഴ്സ് ട്രോഫി ഉണ്ട് കേട്ടോ, സമ്മാനങ്ങളുണ്ട്, സമ്മാനങ്ങളും ഉണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഭാഗവാക്കാകുന്ന ആളുകൾക്കൊപ്പം വിവിധ കലാരൂപങ്ങൾ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിശ്ചല ദൃശ്യങ്ങൾ എന്ന് തുടങ്ങി ഇത്രയും ദൂരത്തിൽ പങ്കെടുക്കും. അപ്പോൾ ഇവിടെയുള്ള ഇതിന്റെ ടൂറിസ്റ്റ് വിനോദസഞ്ചാരികളായി ഇങ്ങോട്ട് വരുന്ന ആളുകൾ, ഇതിന് പാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതുകൂടാതെ കൊച്ചിക്കാർ എന്നിങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും പങ്കാളികളാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിവിധ സന്ദേശങ്ങൾ നൽകുന്ന പ്ലോട്ടുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ഫോർട്ട് കൊച്ചിയിലെ ഈ കാർണിവൽ റാലി. അത് ഈ പുതുവത്സരാഘോഷങ്ങളുടെ സമാപനം എന്ന് പറയുമ്പോൾ പുതുവത്സരം തുടങ്ങി. ഇനിയിപ്പോൾ ഈ വർഷത്തിൽ പതിവ് പോലെ നമ്മൾ നമ്മുടെ പോരാട്ടങ്ങളൊക്കെ ആയിട്ട് തുടരുക. അതിനിടയിൽ ആ വരവേൽപ്പിനെ, ആ സ്വീകരണത്തിന് ഒരു സമാപനം, ആ ആഘോഷങ്ങളൊക്കെ എല്ലാ ആഘോഷങ്ങളും തീരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവില്ല സുജയ. അടുത്ത ആഘോഷങ്ങൾക്കുള്ള കാത്തിരിപ്പ് ഉള്ളതുകൊണ്ട് പ്രയാസമില്ലാതെ മുന്നോട്ട് പോകും. സജയുടെ പിന്നിൽ പഞ്ചാര പാല് മിഠായി ഒക്കെ ഉണ്ട്. അതായത് ഇത് ആക്ച്വലി ഇതൊരു ഫാൻസി ഡ്രസ്സാണ്. അവരത് പെർഫോം ചെയ്യുന്നതാണ്. അതായത് വിവിധ സാംസ്കാരിക വൈവിധ്യങ്ങൾ, അതായത് ഫാൻസി ഡ്രസ്സ്, അതുപോലെയുള്ള സാംസ്കാരിക വൈവിധ്യങ്ങൾ, അത് കേരളത്തിന്റെ മുഴുവൻ അങ്ങനെയുള്ള പ്രദർശനങ്ങള്, മത്സരങ്ങളായിട്ട് കൂടിയാണ് സംഘടിപ്പിക്കുന്നത് കേട്ടോ ഇവിടെ.